ഹായ്. പുരുഷന്മാരിലെ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ കാണിക്കുന്ന വലിയൊരു അബദ്ധമാണ് കമിഴ്ന്ന് കിടന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത്. പിൽക്കാലത്ത് ഇതൊരു പതിവാക്കിയ വ്യക്തികൾക്ക് സംഭവിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പങ്കാളിയോടൊത്ത് ബന്ധപ്പെടുമ്പോൾ അവർക്കൊരു സുഖം ലഭിക്കത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കും ഉദ്ധാരണ പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് സ്രവം പുറത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രവണത. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിനകത്തൊരു സുഖം, മനസ്സിനൊരു സംതൃപ്തി വരാത്ത അവസ്ഥ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്നതെന്ന് നമുക്ക് അല്പം വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവയവത്തിന് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ യുവാക്കൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ശീലം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോൺ സൈറ്റുകളൊക്കെ കണ്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ്. സാധാരണഗതിയിൽ ഇത് ചെയ്യുന്നത് നേരെ കമിഴ്ന്ന് കട്ടിലേക്ക് അല്ലെങ്കിൽ ബെഡിലേക്ക് കിടക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നിങ്ങൾ കട്ടിലിലേക്ക് കമിഴ്ന്ന് കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മർദ്ദം നിങ്ങളുടെ അവയവത്തിൽ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് മുന്നോട്ടും പുറകോട്ടുമൊക്കെയാണ് പലരും ചലിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബെഡിൻ്റെ സമ്മർദ്ദം. അപ്പോൾ ഇത് ഭയങ്കര ഒരു മർദ്ദം ആണ് നിങ്ങളുടെ അവയവത്തിലേക്കുന്നത്. എന്നാൽ ഒരു സ്ത്രീയുമായിട്ട് ബന്ധത്തിലേർപ്പെടുമ്പോൾ ഇത്തരം മർദ്ദമൊന്നും അവിടെ ലഭിക്കുകയുമില്ല. ആ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ശീലമായി കഴിയുമ്പോൾ നിങ്ങൾക്കിത് മാറ്റിയെടുക്കാൻ പറ്റാറില്ല. അഥവാ ഇതൊരു ശീലമായി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതൊന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ പിന്നീട് ഇത് പഴക്കമായി കഴിഞ്ഞാൽ മാറ്റിയെടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആരും കാണാതെ കേൾക്കാതെ പ്രത്യേകിച്ച് ഒരു സുഖം കിട്ടുന്ന പരിപാടിയാണ്. അതായത് മറ്റ് പല പൊസിഷനിൽ നിന്നും, അല്ലെങ്കിൽ പല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് കയ്യിൽ വെച്ച് ചെയ്യുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. പെട്ടെന്നൊരു സുഖം കിട്ടും, അല്ലെങ്കിൽ ഒരു ഘർഷണമൊക്കെ അവിടെ കിട്ടുന്നതുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം നേരിടുന്ന വ്യക്തികൾ വിവാഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പലർക്കും ഉദ്ധാരണ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്താലും പുറത്തേക്ക് വരാത്ത ഒരു അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുഖം കിട്ടാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സമയമെടുത്ത്, അതും വളരെ സ്പീഡൊന്നും കൂട്ടരുത്, നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിച്ച് വളരെ സ്ലോലി ഇത് ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു സ്ത്രീയുടെ ശരീരവുമായിട്ട് ഈ ബന്ധപ്പെടുമ്പോഴുള്ള സ്വാഭാവികമായ ഒരു ചലനം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ. ഇപ്പോൾ ചെറുപ്പത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, പിന്നീട് ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ശീലത്തിൽ നിന്നും എൻ്റർലി വ്യത്യസ്തമായ ഒരു അനുഭൂതിയായിരിക്കും അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെറ്റാകാണ്ട് വരും. മാത്രമല്ല, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്ര ശീലമുള്ള വ്യക്തികൾ എന്തെങ്കിലും ലൂബ്രിക്കൻസുകൾ ഉപയോഗിക്കണം. മാത്രമല്ല, വളരെ പതുക്കിയേ ചെയ്യാവുള്ളൂ. നിങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാക്സിമം ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് അകലം പാലിക്കുക. അതായത് നിങ്ങൾ ദിവസവും ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യമൊക്കെ നിങ്ങളൊരു 3 ദിവസമെങ്കിലും ചെയ്യാതിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ കയ്യിൽ വെച്ചുകൊണ്ട് വളരെ സ്ലോലി അത് ചെയ്ത് ഒരു സുഖത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ സംതൃപ്തിയിലേക്ക് എത്തുവാനായിട്ട് നിങ്ങൾ ശീലിക്കുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒന്നും തോന്നുന്നില്ല, ഇന്ദ്രക്കോപ്പിലെ പരിപാടിയാണെന്നൊക്കെ തോന്നും. അതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒന്നാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളതൊരു 15 ദിവസത്തിൽ ഒന്നെങ്കിലും ആക്കുവാനായിട്ട്, അല്ലെങ്കിൽ സമയം എത്രമാത്രം എടുത്ത് ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന്, ഈ ഒരു മെത്തേഡിൽ നിന്ന് മാക്സിമം അകലം പാലിക്കുക, സമയം കൂടുതൽ എടുക്കുക, അതിനൊരു ഗ്യാപ്പ് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഈ സ്വഭാവം നമ്മളിൽ നിന്ന് മാറുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ഒരു ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മറികടക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലുമൊക്കെ ഓയിൽ, അതിന് ഒലിവ് ഓയിൽ വളരെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന, കടയിൽ കിട്ടുന്ന പരസ്യം കണ്ടിട്ടുന്ന സാധനങ്ങൾ പോയി വാങ്ങരുത്. അത് വാങ്ങിയതിന് ശേഷം
നിങ്ങൾ കൃത്യമായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയംഭോഗത്തിൻ്റെ ആ രീതിയിലേക്കല്ല മാറേണ്ടത്. അത് മെഡിക്കലി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്തെങ്കിൽ മാത്രമേ ലിംഗമകുടത്തിലൊക്കെ സംഭവിക്കുന്ന ആ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് മാറി കിട്ടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെ നിന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കുറച്ച് കാലം ശ്രമിച്ച് ഗ്യാപ്പിട്ട് ക്ഷമാപൂർവം നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രശ്നം ഇങ്ങനെയും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല, ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ സംഭവം പുറത്തേക്ക് വരുവാൻ ഒരുപാട് സമയമെടുക്കുന്നു, ഒരു സുഖവും ഇല്ല, അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധമായ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണുകയും പ്രശ്നങ്ങൾ പറയുക, അല്ലെങ്കിൽ കൗൺസിലിങ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റ് തെറാപ്പി ഈ ഒരു കാര്യത്തിലേക്ക് നീങ്ങണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിന് കേടുപാട് പറ്റുന്ന ഒരു കാര്യവും പോൺ സൈറ്റുകളിൽ കണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അല്ല ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഇതൊക്കെ തെറ്റായ ചില പ്രവണതകളും പിൽക്കാലത്ത് ചില അഡിക്ഷനിലേക്ക് നീക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ തെറ്റായ കാര്യങ്ങളൊക്കെ അഡിക്ഷനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് അത്ര ലളിതമായ ഒരു കാര്യമല്ല. ഇപ്പം എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തായിരിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് കൂടെ സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. പലപ്പോഴും ഈ സ്വയംഭോഗത്തെക്കുറിച്ച് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഇത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ധരിച്ചു വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരും കാണാതെ നമ്മുടെയൊക്കെ സമൂഹം തരുന്ന മെസ്സേജ് അങ്ങനെയാണ്, മോശപ്പെട്ട കാര്യമാണ്, വളരെ ഗോപ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നോ നട്ട് നവംബർ, ഇങ്ങനെയൊക്കെ ഒരുപാട് തിയറീസും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചെയ്യാതിരുന്നാൽ നമ്മുടെ സ്റ്റാമിന കൂടും, കോൺസെൻട്രേഷൻ കൂടും. ഇതിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ, അഡിക്ഷനായിട്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളമാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കറിയാം സ്വപ്നസ്ഖലനം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആരോഗ്യപരമായിട്ട് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ബീജം നിങ്ങളുടെ ശരീരത്തുണ്ടാകണമെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയണം. അപ്പോൾ ഇതൊരു പാപമാണ് എന്ന ബോധ്യത്തോടെ, ഇത് മോശപ്പെട്ട കാര്യമാണ് എന്ന് ധരിച്ചു വെക്കുന്ന ആളുകൾ വളരെ സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, ഒളിച്ചും പാത്തുമൊക്കെ ചെയ്യും. ഇതാണ് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലേക്ക് വലിയൊരു വില്ലനായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് തെറ്റായ ശീലങ്ങളും തെറ്റായ ബോധ്യങ്ങളും മാറ്റിയെങ്കിൽ മാത്രമേ ലൈംഗിക ജീവിതത്തിന് ഒരു സംതൃപ്തിയും, നിങ്ങൾ ചെയ്യുന്നത് ഭാവി തലമുറയ്ക്ക് ഇല്ലെങ്കിൽ ഭാവി തലമുറയെ സൃഷ്ടിക്കാനാണ്, നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ്രേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു, സ്ട്രെസ്സ് കുറയ്ക്കുന്നു. ഇങ്ങനെയുള്ള ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ശാരീരിക ബന്ധം അല്ലെങ്കിൽ ലൈംഗിക സുഖം ഇതൊക്കെ ഒരു തെറ്റാണ്, മോശപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് സ്വയംഭോഗം വളരെ മോശപ്പെട്ട കാര്യമാണ് എന്നൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകൾ മാറ്റേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ശീലമൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റണം കേട്ടോ.